നമസ്കാരം. നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ തുടക്കത്തിലേ കാണിച്ചു തരാറുണ്ട്. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കാതെ പോകുന്നതാണ് രോഗം മൂർച്ഛിക്കാനുള്ള കാരണം. തുടക്കത്തിലേ ചികിത്സിച്ചാൽ വളരെ വേഗത്തിൽ മാറ്റം വരുത്താനും പറ്റും. അതിലൊന്നാണ് പീഡലെഡിമ അല്ലെങ്കിൽ കാലിൽ വരുന്ന നീരെന്നുള്ളത്. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധിക സമയം കാല് തൂക്കിയിട്ട് ഇരുന്നൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദീർഘദൂര യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ തന്നെ കാലിലധികം നീര് വന്ന് നിറയാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ നീരിനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവായിട്ടുള്ള 5 ടിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. അത് ഏതൊക്കെ ടിപ്പുകളാണ് എന്നറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. ഒരു വീട്ടിൽ ഒരു വാതരോഗിയെങ്കിലും ഇല്ലാത്തവരായിട്ടുണ്ടാവില്ല. ഇത് പല രീതിയിൽ നമുക്ക് മുട്ടുവേദന, കാലുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കാലിൽ മാത്രമല്ല, നീര് വന്ന സമയത്തോ അല്ലെങ്കിൽ വേദനയുള്ള ഭാഗങ്ങളിലോ ഒക്കെ തന്നെ ഇത് ശീലിച്ചാൽ വളരെ നല്ല വ്യത്യാസം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കൂടെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. കാലിന് എഡിമ, ദ്രാവകം അടിഞ്ഞുകൂടുന്നത് ചിലപ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും സൂചനയാവാം. കൺജക്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഹൃദയത്തിന് വേണ്ട രീതിയിൽ രക്തം പമ്പ് ചെയ്യാനാവാത്ത അവസ്ഥയിൽ കാലിൽ ഇത്തരം ദ്രാവകം അടിഞ്ഞുകൂടുന്ന ഒന്നാണിത്. ഇതിനൊപ്പം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ചുമ, ക്ഷീണം, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലുള്ള പ്രശ്നങ്ങളോ, വെരിക്കോസ് വെയിനിൻ്റെ കാരണം കൊണ്ടോ, കിഡ്നി പ്രശ്നങ്ങൾ കൊണ്ടോ, തൈറോയ്ഡ് രോഗിയാണെങ്കിലോ, അതുമാത്രമല്ല മസിലുകൾക്ക് ഉണ്ടാവുന്ന ഉളുക്ക് വരെ അല്ലെങ്കിൽ എല്ലിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കാലിൽ നീരായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീര് മാറ്റാനുള്ള ആദ്യത്തെ ടിപ്പാണ് ഒരു പിടി മുരിങ്ങയില, ഒരു പിടി വാളൻപുടിയുടെ ഇല, അതുപോലെ എരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതൊരു 3 ഇല അല്ലെങ്കിൽ ഒരു 5 ഇല, ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത്. ഇത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടിത്തിളക്കുക. അതിനുശേഷം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കാലിന് പറ്റുന്ന ഒരു ചൂടിലേക്ക് മാറണം. നല്ല ചൂടും പാടില്ല. എന്നിട്ട് അല്പം കല്ലുപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരു തോർത്ത് കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി കൊണ്ടോ ഒക്കെ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചൂട് പിടിക്കില്ലേ, ആ രീതിയിൽ ആ ഭാഗത്ത് നിങ്ങൾക്കൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ഒരു 7 ദിവസമൊക്കെ ചെയ്താൽ വളരെ നല്ല മാറ്റം കിട്ടും. ചിലർക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നീരൊക്കെ തന്നെ വലിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അടുത്തൊരു ഇഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് കറുത്ത വട്ട് ആയുർവേദ കടകളിലൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്ന് നന്നായിട്ട് അലിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് നിങ്ങൾ ഇതിൽ ചേർക്കുകയാണെങ്കിൽ തന്നെ അരിക്കാടി ഉണ്ടല്ലോ, നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളം, അതല്പം എടുത്താൽ മതി. ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഈ വെള്ളം ഒഴിച്ച് വെച്ച് അതൊന്ന് കുതിർക്കുക. നന്നായിട്ട് പേസ്റ്റ് പോലെ അത് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് നന്നായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർക്കുക. വെള്ളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണ് ജഡാമയാതി ചൂർണം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോര ക്ലോത്തിലോ കോട്ടൻ്റെ തുണിയിലോ എന്തിലെങ്കിലും നിങ്ങൾ ഒന്ന് പേസ്റ്റ് അപ്ലൈ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾക്ക് നീരുള്ളതും അല്ലെങ്കിൽ വേദനയുള്ള ഭാഗം ഏതാണോ ആ ഭാഗത്ത് ഇതൊന്ന് ഈ തുണി അതുപോലെ തന്നെ വിരിച്ചിട്ട് അതിന് മുകളിൽ ഒരു കെട്ടുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ, വളരെ ടൈറ്റായിട്ട് കെട്ടേണ്ടതില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ആശ്വാസം കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓയിലുകൾ ഏതാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിൽ മുറിവെണ്ണയോ കൊട്ടൻചുക്കാദി, സഹചരാദി പോലുള്ള മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓയിലുകൾ ഏതെങ്കിലും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളം പിടിക്കുകയുടെ ചെയ്താൽ അതിവിശേഷമായി, കാരണം ഈ വേദന നിശേഷം മാറുന്നതായിട്ട് കാണാൻ പറ്റും. വേദന മാത്രമല്ല, ഈ നീര് വന്നിട്ട് നീർക്കെട്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറ്റാൻ നല്ലതാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തൊട്ടവാടി അല്ലെങ്കിൽ മൈമോസ പിടിക്കയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ലജ്ജാലു എന്നാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത്. ഈ തൊട്ടവാടിയുടെ വേരടക്കം തന്നെ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ തന്നെ ഇട്ട് ഒരു സ്പൂൺ കല്ലുപ്പും കൂടെ ചേർക്കാം. ഒരു പിടി ഇല മതി. അതിലേക്ക് ഈ ഒരു കല്ലുപ്പും ചേർത്തിട്ട് ആദ്യം നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അല്പാൽപമായിട്ട് അരി കഴുകിയ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ അരിക്കാടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട്, ഒത്തിരി ലൂസായി പോകരുത്, പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇത് ആ നീരുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നീര് വലിയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് തുടർച്ചയായിട്ട് 3-7 ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ളത് ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു ഡ്രിങ്കാണ്. 1 ടീസ്പൂണ് ഞെരിഞ്ഞിൽ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് ആ വെള്ളം 2 നേരമാക്കി കുടിക്കുന്നതോ, അല്ലെങ്കിൽ തഴുതാമ ഇല കിട്ടുകയാണെങ്കിൽ അതിട്ട് തിളപ്പിച്ചിട്ട് ഇതുപോലെ വെള്ളം കുടിക്കുന്നതോ ഒക്കെ തന്നെ ശരീരത്തിലെ നീർക്കെട്ടൊക്കെ തന്നെ മുഴുവനായിട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ്. അടുത്ത
ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇത് നമ്മൾ സൂര്യാസ്തമയത്തിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്തിടേണ്ട കാര്യങ്ങളാണ്. എന്നാലാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഒരു 15 ഗ്രാം മുരിങ്ങ മരത്തിൻ്റെ തോലുണ്ടല്ലോ, വളരെ ഒരു കുറഞ്ഞ എമൗണ്ടിൽ മതി. അതുപോലെ ഒരു സ്പൂണ് കടുക്, അതൊന്ന് ഒരു അല്പം വെള്ളത്തിൽ, സ്പൂൺ വെള്ളത്തിലൊക്കെ തന്നെ കുതിർത്ത് വെച്ചാൽ മതി. അധികം വെള്ളം ചേർക്കേണ്ടതില്ല, അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു പോകും. അതുപോലെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളി. അതിൻ്റെ തൊലി കളയണം എന്ന് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാനും അപ്ലൈ ചെയ്യാനും എളുപ്പം. തൊലി കളഞ്ഞാൽ ഈസിയാണ് എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ഈ ഒരു പേസ്റ്റും തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ നീരും വേദനയും നിശേഷം മാറിക്കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സാധനം നമ്മൾ ആ വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് ഏതെങ്കിലും ഒരു തൈല രൂപത്തിലുള്ള ഒരു ആ ഭാഗങ്ങളിലൊന്ന് സ്നേഹനം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു തൈലം, അതിപ്പം ആവണക്കെണ്ണയാവാം, അതല്ലെങ്കിൽ ധാന്യോന്തരം തൈലമാവാം, കർപ്പൂരാതി തൈലോ, ഏതാണോ നിങ്ങൾ വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തൈലം, അത് അതിന് മുൻപേ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തൈലം അപ്ലൈ ചെയ്തതിന് ശേഷം കടുക് കുതിർത്ത് വെച്ചത് അരച്ച് അത് മാത്രമായിട്ട് ഇതുപോലെ ലേപം ചെയ്താലും വളരെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ നീർക്കെട്ടിനെ മാറ്റാൻ ഏറ്റവും നല്ല വഴികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, കാലിൽ നീര് വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലും എരിക്കിൻ്റെ ഇലയുണ്ടല്ലോ, എരിക്കിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലൊന്ന് കാല് മുക്കി വെക്കുന്നതോ, ഇനി അതും ഇല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ, കല്ലുപ്പിട്ട വെള്ളത്തിൽ ഒന്ന് ഇളം ചൂടോടുകൂടിയുള്ള സമയത്ത് കാല് മുക്കി വെക്കുന്നതോ ഒക്കെ ചെയ്യുന്നത് നീരിന് നിശേഷം വലിച്ചെടുക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാലിന് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ ജോയിൻറ്റുകളിലൊക്കെ വേദനയുണ്ടെങ്കിൽ ഇതുപോലുള്ള ലേപ്പങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നീരിനെ കളയുന്ന ഈ ഒരു ഡ്രിങ്കോ ഒക്കെ തന്നെ ശീലിക്കാവുന്നതാണ്. ഇനി ഈ മരുന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? അല്ല, ചില കാര്യങ്ങൾ അത് ഭക്ഷണത്തിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നല്ലേ, എന്തൊക്കെ കഴിക്കണം എന്നതിന് പുറമെ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുന്ന രീതിയിൽ, അതായത് സോഡിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള, ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പപ്പടം, അച്ചാർ, ചിപ്സ്, സോസ്, സോൾട്ടഡ് ആയിട്ടുള്ള നട്ട്സുകൾ, അല്ലെങ്കിൽ വൈറ്റ് റൈസ്, വൈറ്റ് പാസ്ത, വൈറ്റ് ബ്രെഡ്, ഈ കാര്യങ്ങളൊക്കെ, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ്, ജങ്ക് ഫുഡ്, തൈര്, പാലുൽപ്പന്നങ്ങളൊക്കെ രാത്രി കഴിക്കുന്നത് ഒഴിവാക്കാം. അതുപോലെ കൂടുതൽ സ്വീറ്റ്സ് രാത്രി കഴിക്കുന്നത്, കൊക്കോകോള തുടങ്ങിയിട്ടുള്ള ശീതളപാനീയങ്ങൾ കഴിക്കുന്നത്, ഇതൊക്കെ തന്നെ നിങ്ങളുടെ നീരിനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് കഴിക്കാവുന്നതിൽ ഏറ്റവും നല്ലത് കുമ്പളം, വെള്ളരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചുരക്ക, ഇതൊക്കെ തന്നെ കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് പുറമെ കുക്കുംബർ പോലുള്ളവ കഴിക്കുകയോ, ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള തണ്ണിമത്തൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പോരാത്തതിന് നമുക്ക് ബാർലി വാട്ടർ അല്ലെങ്കിൽ ബാർലി തന്നെ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയുടെ ഉപയോഗമൊക്കെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇത്തരം നീരിനെ ഇല്ലാതാക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. കൊക്കോം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ജ്യൂസ്, കൊക്കോം എന്താണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അധികമായിട്ടുള്ള വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം, ഇതുപോലെ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം, ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് നീരിനെ വലിച്ചെടുക്കാൻ സഹായിക്കും. മസിലിനുണ്ടാവുന്ന ഉളുക്ക്, എല്ലിനുണ്ടാവുന്ന പൊട്ടൽ, അല്ലെങ്കിൽ കാലിൽ, ഇതൊക്കെ തന്നെ നീരായിട്ട് കാണപ്പെടാറുണ്ട്. കാലൊക്കെ ഒടിയുമ്പോഴും മറ്റു ഭാഗങ്ങളിലൊക്കെ നീരുണ്ടാവും. ഇനി തൈറോയിഡ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണമായും ചിലപ്പോൾ കാലിൽ നീര് വരും. പ്രത്യേകിച്ചും തൈറോയിഡ് കൂടുമ്പോഴും മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നും ഇല്ലാതെ കാലിൽ നീര് വരാം. ഇനി കിഡ്നി പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണം കൂടിയാണിത്, കാലിൽ നീര്. കിഡ്നിക്ക് ടോക്സിൻസുകൾ നീക്കം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അധികമായിട്ടും ഫ്ലൂയിഡ് എല്ലാം അടിഞ്ഞുകൂടും. ഇത് കയ്യിലും കാലിലും ഒക്കെ നീരായി രൂപപ്പെടും. അതിൻ്റെ കൂടെ തളർച്ച, ശ്വാസം മുട്ട്, അമിത ദാഹം, മുറിവുകളും ബ്ലീഡിങ്ങും എല്ലാം ഇതിൻ്റെയൊക്കെ തന്നെ ലക്ഷണമാണ്. ഇനി വെരിക്കോസ് വെയിൻ ആണെങ്കിലോ കാലിലുണ്ടാവുന്ന മറ്റൊരവസ്ഥയാണ്. ഞരമ്പുകൾ തടിച്ചു വീർക്കുന്നതും കാലിലെ നീരും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ചർമ്മത്തിനുണ്ടാകുന്ന നിറവ്യത്യാസവും, ഏറെ നേരം ഇരുന്നാലോ നിന്നാലോ ഒക്കെ കാൽവേദന, ചർമ്മം ഡ്രൈ ആവുക, മുറിവുകൾ, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. കാലിലെ വെയിനുകളിലെ വാൽവുകൾ രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാതിരിക്കുമ്പോൾ
വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതും അതുപോലെ കിഡ്നിയിൽ ഉണ്ടാവുന്ന മറ്റു പല അസുഖങ്ങളുടെ ഒക്കെ തന്നെ ലക്ഷണമായിട്ട് കാലിൽ നീര് വരാം. അപ്പം നീര് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ച് ഇത്തരം ടിപ്സുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നാളെ ഇരിക്കാതെ നേരിട്ടുള്ള കൺസൾട്ടേഷനിൽ നിങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഓരോ വീട്ടിലും ഒരാളെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. ഒരു പ്രായം കഴിഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങളൊക്കെ തന്നെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.